അവളുടെ മുഖം കണ്ടിട്ടില്ല, കൈ പിടിച്ചിട്ടില്ല, കണ്ണിൽ നോക്കിയിട്ടില്ല. എന്നിട്ടും അവളുടെ ശബ്ദത്തിൽ അവൻ പ്രണയം കണ്ടെത്തി. ലോകമുഖത്തിന് പുറകെ പോകുമ്പോൾ അവൻ്റെ ശബ്ദത്തെ പ്രണയിച്ചു. അന്ന് അവൻ തീരുമാനിച്ചു, അവൻ്റെ ജീവിതത്തിൽ ഭാര്യ എന്നൊരു സ്ഥാനം ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമായിരിക്കും, അവൾ മാത്രം. വിളിക്കണോ? വിളിക്കാം. ഹലോ ദില്ലി. ഹലോ. ഹാ, ഇന്ന് ജാസ്മിനാണ് പറഞ്ഞു കാണാമെന്ന കാര്യം. ഹോ. അല്ല, ശരിക്കും നീ ആരുടെ കൂട്ടരായിരുന്നു അന്ന് എൻഗേജ്മെന്റിന് വന്ന്? ഞാൻ ഫാമിലിയിലെ മെമ്പറേ അല്ല, ജിമ്മിയുടെ കസിനാണ് ചെക്കൻ. ഏട്ടായിന്റെ സ്വന്തം ഏട്ടായിനെ പോലെ. ഹോ, നിങ്ങൾ രണ്ടുപേരാ? അല്ല, ഞാൻ ഒറ്റ മോനാ. അപ്പൊ ജാസ്മിൻ പറഞ്ഞു കൂടെ അനിയനുണ്ടായിരുന്നു. അയ്യോ, അതിന് ബെസ്റ്റിയാ. അപമാനം, അതൊരു ശാപമായിരുന്നു ഭർത്താവേ. എനിക്ക് വയ്യേ. നിനക്ക് വയ്യ, എനിക്ക് പോണതില്ല. അയ്യോ, പിന്നെ സീരിയസ് ആയി വല്ലതും പറഞ്ഞോ? സീരിയസ് ആയി? ആ, എന്റെ ഫാമിലി. ഞാൻ ലില്ലിക്കുട്ടി അമ്മ. ഇപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു. ലില്ലി ഓസ്ട്രേലിയയിലാ. അമ്മയും ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങിച്ചു. ഇപ്പൊ അതിന്റെ ലോ അടച്ചു തീർക്കുന്ന തിരക്കില്ല. പിന്നെ അച്ഛൻ എന്റെ 15-ാം വയസ്സില് ലിവർ ക്യാൻസർ വന്ന് മരിച്ചുപോയി. നല്ല കുടിയനായിരുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിക്കാനുള്ള പോരാട്ടമായിരുന്നു. അങ്ങനെ പോരാടി ഇപ്പൊ അത് ജീവിക്കുന്നു. ഓ, അപ്പോ പാസ്റ്റ് നല്ല ട്രാജിക് ആയിരുന്നു. എനിവേ, യു ആർ എ സ്ട്രോങ് ഹാർട്ടഡ് ഗേൾ. എനിക്ക് 19-ാം വയസ്സിലെ ജോലി കിട്ടി. ആദ്യം ക്ലീനർ ആയിരുന്നു. പിന്നെ ഒരു ചാൻസ് ലക്കിന് വേണ്ടി കിട്ടിയപ്പോ അങ്ങ് പ്രയോഗിച്ചു. ഗുഡ്. പിന്നെ നീ? അമ്മ, അപ്പൻ, പിന്നെ ഞാൻ. അപ്പന് ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ഓണർഷിപ്പിലുള്ള ഒരു ഹോട്ടലും. അപ്പനിടയ്ക്ക് അങ്ങോട്ട് പോവും. പിന്നെ മാർക്കറ്റിലെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ പോക്കില്ല. ഞാനും. ടോട്ടലി റിച്ച് ഫാമിലി, റൈറ്റ്? യാ. ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചെന്നറിയണ്ടേ? ബട്ട് നീ തന്നെയല്ലേ പറഞ്ഞേ ഈ നൂറ്റാണ്ടിൽ ഒരു നമ്പർ കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ലാന്ന്. എല്ലാം ഓർത്ത് വെച്ചേക്കോ കള്ളി. ഓക്കെ, അപ്പൊ അനിയത്തിയായിട്ട് നോ കോണ്ടാക്ട് ആണോ? അല്ല, ഡെയിലി വിളിക്കും. ഹാ. എന്താന്ന് അറിയില്ല. ഞാനിങ്ങനെ ഓപ്പണായി സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ബട്ട് എന്തോ വിളിക്കാനും ഇതൊക്കെ പറയാനും തോന്നി. പിന്നെന്താ, എന്തിനാ നമ്പർ? വലിയ വാ, വന്ന് കഴിക്ക്. പോവണ്ടേ? ആ, വരണോ? ഹലോ, ഞാൻ പോവാ, പോകാൻ സമയമായി. ആ ശരി. ഇന്നെന്താണ് നാൻസിക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും പഴവും. യു അഗൈൻ. ഹായ് ലില്ലി. ഹലോ മാഡം, ബിസിയാണോ ഡെയിലി? ഓ ചേച്ചി, അതെ, ഞാൻ ചാൻസിൽ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാ വന്നത്. മേ ബി ഐ വിൽ ഗെറ്റ് 2 months ലീവ്. സോ ഞാൻ നിങ്ങളെ കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും 2 മാസം കേരളത്തിൽ കാണും. ഹേ ഗോഡ്, ശരിക്കും? അമ്മേ, എന്റെ പൊന്നു സിസ്റ്ററെ, ഉറപ്പുള്ള കാര്യമൊന്നും അല്ല. ഐ സെഡ് മേ ബി വിൽ ഗെറ്റ്. ഓ എടി മുത്തേ, കണ്ടിട്ട് 3.5 വർഷമായി. വേഗം പാടി. എന്റെ ചേച്ചി, ഇത് ബസ് ഊബർ അല്ല, വേഗം പിടിച്ചു വരാൻ. ഫ്ലൈറ്റ് ആണ്. ന്യൂസ് കൺഫേം ചെയ്തിട്ട് ഞാൻ ഡേറ്റ് പറയാം. അപ്പോ പോവാ, ടൈമായി. അപ്പോഴേക്കും പോവാണോ? പിന്നെ പണി ചെയ്ത് ഇംപ്രസ് ചെയ്തല്ലേ ലീവ് തരാൻ മാനേജർക്ക് ഒരു ശുഷ്കാന്തി വരും. ലവ് യു ഡി. ലവ് യു ടു ചേച്ചി. നൈറ്റ് വിളിക്കുമ്പോ അമ്മയോട് സംസാരിക്കുന്നു പറയേ. ബൈ. എന്താടി? അമ്മ ലില്ലി മിക്കവാറും ഇങ്ങോട്ട് വരും. ഓ, ഒരാഴ്ച എന്തിനാ? 1 week അല്ല, 2 months. എന്ത്? 2 മാസോ? ഓ കർത്താവേ, നീ കാത്തു. അപ്പൊ ലില്ലിയോട് ജോണിന്റെ കാര്യം പറയണ്ടേ? പറയണം. എന്തായാലും നീ അവൾ വരുന്ന ഡേറ്റ് കറക്റ്റ് വിളിക്കുമ്പോ പറ, എനിക്കും വരാലോ. പിന്നെന്താ, വാ വാ, ടൈമായി. അങ്ങനെ കിടന്ന് ഇപ്പൊ അലമ്പാക്കാതെ. നീയോ? എടി, അവള് മിക്കവാറും നെക്സ്റ്റ് വീക്ക് വരും. എന്നാലും വരവിനായിട്ട് തീർച്ചയില്ലല്ലോ അമ്മ. ഒന്ന് വന്നാ മതിയായിരുന്നു കർത്താവേ. അവൾ വരുമായിരിക്കൂലേ? വരൂടോ, ചുമ്മാ ടെൻഷൻ ആവാതെ.
വന്നാ പറ. അപ്പൊ എനിക്കൊന്ന് കമ്പനി ആവാലോ. നേരിട്ട് കാണുകയും ചെയ്യാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ചേച്ചി